ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുത്ത ചാപ്റ്റർ സെബി ലോസ്. ഓക്കെ, അപ്പോൾ IPO കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് ഇതിനകത്ത് പറഞ്ഞത്? ഈ ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ചില ഡെഫിനിഷൻസ് നോക്കാം. ഓക്കെ, IPO എന്താണ്, FPO എന്താണ്, അതുപോലെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സൊക്കെ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, IPO. ഇവിടെ ABC ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ പ്രൈവറ്റ് കമ്പനിക്ക് തോന്നുകയാണ് എനിക്കിനി കുറച്ചും കൂടി ഫണ്ട് വേണം, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചും കൂടി വെൽ എസ്റ്റാബ്ലിഷ് ആവണം, അങ്ങനെയൊക്കെ ഒരു ഇത് തോന്നുവാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് വേണമെങ്കിൽ പബ്ലിക് കമ്പനിയായിട്ട് മാറാം. അപ്പോൾ പബ്ലിക് കമ്പനി ആവണമെങ്കിൽ ആദ്യമേ തന്നെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ ഷെയർസൊക്കെ റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതായത് NSE, BSE അവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യണം അവരുടെ ഷെയർസൊക്കെ. എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഷെയർസ് പൊതുജനങ്ങളുടെ ഇടയിലോട്ട് അവരുടെ ഷെയർസ് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യണത് അല്ലെങ്കിൽ സെല്ല് ചെയ്യണത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ഫോളോ ഓൺ പബ്ലിക് ഓഫർ, FPO. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് IPO കഴിഞ്ഞ പബ്ലിക് കമ്പനീസ് ഉണ്ടാവുമല്ലോ, അവർ വീണ്ടും പുതിയ ഷെയർസോ എക്സ്ട്രാ ഷെയർസ് ജനറൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ FPO എന്ന് പറയും. ഇനി അടുത്ത് നോക്കാം നമുക്ക് എലിജിബിലിറ്റി ഓഫ് ദി ഇഷ്യൂവർ. ഇഷ്യൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കമ്പനിയാണോ പബ്ലിക്കിൻ്റെ മുന്നിൽ അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യണത് അവരാണ് ഇഷ്യൂവർ. ഓക്കെ, അപ്പോൾ ഇഷ്യൂവറിൻ്റെ എലിജിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഷ്യൂവർ ഈ പറഞ്ഞ ക്യാപിറ്റൽ മാർക്കറ്റ് യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാ രീതികളും സെബി അനുവദിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇഷ്യൂവർ മിനിമം ഒരു റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവരുടെ ഷെയർസൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത കണ്ടീഷനാണ് ഈ ഇഷ്യൂവർ ഡെപ്പോസിറ്ററി ആയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണം. ഓക്കെ, ഡെപ്പോസിറ്ററി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രോക്കേഴ്സ് ഉണ്ടാവുമല്ലോ, ഷെയർ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഏജൻസീസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രോ, സെറോദ, അപ്സ്റ്റോക്ക്, അതൊക്കെ എന്താ ഷെയർ ബ്രോക്കേഴ്സാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഡെപ്പോസിറ്ററീസ് ആയിട്ട് ഈ പറഞ്ഞ ഇഷ്യൂവർ ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ പോകണ ഷെയർസ് ഉണ്ടാവുമല്ലോ, സെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇലക്ട്രോണിക് ഫോം ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷനാണ് ഇപ്പോൾ ഇവരുടെ കയ്യിൽ പാർട്ട്ലി പേഡപ്പ് ഇക്വിറ്റി ഷെയർസ് ഉള്ളൂ എന്ന് വെച്ചോ, അത് ഒന്നല്ലെങ്കിൽ അത് ഫുള്ളി പേഡപ്പ് ആക്കി മാറ്റണം, അല്ലെങ്കിൽ അത് ഫോർഫീറ്റ് ചെയ്യണം. അടുത്ത കണ്ടീഷൻ പറഞ്ഞത് ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ ഒരു മിനിമം 75% ഫണ്ടിങ്കിലും നമ്മൾ വേറെ ഏതെങ്കിലും ഫണ്ടിങ് അറേഞ്ച്മെൻറ്റ് വഴി പൈസ അഡ്വാൻസ് ആയിട്ട് കരുതി കൂട്ടി വയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടോട്ടൽ ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വന്നത് ചിലപ്പോൾ 100 കോടി ആയിരിക്കും. അപ്പോൾ നമ്മൾ IPO ഇഷ്യൂ ചെയ്തു, IPO വഴി നമുക്ക് 40 കോടിയേ കിട്ടിയുള്ളൂ. ഓക്കെ, പക്ഷേ കണ്ടീഷൻ പറഞ്ഞത് ഈ ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 75% ഫണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കണം അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ ഇവിടെ 75 കോടി ഉണ്ടല്ലോ, അത് 2 രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, ആദ്യത്തെ അറേഞ്ച്മെൻറ്റ് നമ്മൾ 60 കോടിയുടെ ബാങ്ക് ലോൺ എടുത്തു, അത് അപ്രൂവായി കിട്ടി. ബാക്കിയുള്ള 5 കോടിയുടെ ടേം ലോൺ എടുത്തു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതും അപ്രൂവായി കിട്ടി. അപ്പോൾ മൊത്തത്തിൽ 75 കോടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു ഇവിടെ. അപ്പോൾ മനസ്സിലായോ? ഇനി അടുത്ത കണ്ടീഷൻ, ഈ ഓഫർ ഡോക്യുമെൻറ്റ് നമ്മൾ ഫയൽ ചെയ്യണേക്കാളും മുമ്പ് ഈ ഓണേഴ്സിൻ്റെ ഷെയർസ് ഉണ്ടാവുമല്ലോ, അത് ഇലക്ട്രോണിക് ഫോമിലോട്ടാക്കി മാറ്റണം. ഇനി അടുത്തത് ഈ പബ്ലിക് ഇഷ്യൂ വഴി ചിലപ്പോൾ ഇഷ്യൂവറിന് എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ആ എമൗണ്ട് പല പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ പറയണത് ഈ ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് ഉണ്ടാവുമല്ലോ, അതായത് ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷണൽ നീഡ്സ്, അതിനൊക്കെയാണ് നമ്മൾ ജനറൽ കോർപ്പറേറ്റ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയ എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ടിൻ്റെ 25% വരെയാണ് നമുക്ക് ഈ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഇഷ്യൂവറിന് IPO വഴി 100 കോടി കിട്ടി. ആ 100 കോടിയുടെ മാക്സിമം 25% വരെയാണ് ആ എമൗണ്ട് നമുക്ക് ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 75% വേറെ ഏതെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിളിൽ ആ കമ്പനിക്ക് 25 കോടി മാക്സിമം എമൗണ്ടാണ് ഈ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആ കമ്പനി പ്രപ്പോസ് ചെയ്യാണ് നമുക്കെന്നാൽ 20 കോടി ഈ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വേറൊരു കേസിൽ ആ സെയിം കമ്പനി തന്നെ പറയാണ്
വേണ്ട, നമുക്ക് 30 കോടി ഈ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മാക്സിമം ഈ ടോട്ടൽ എമൗണ്ടിൻ്റെ 25% വരെയാണ് നമുക്ക് ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത കണ്ടീഷനാണ് ഈ പറഞ്ഞ ഇഷ്യൂവർ ഒരു വിൽഫുൾ ഡിഫോൾട്ടർ ആവരുത്. വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ഓക്കെ, പക്ഷേ അയാൾക്ക് പൈസ ഉണ്ടായിട്ടും ആ ലോൺ തിരിച്ചടയ്ക്കണില്ലെങ്കിൽ അതിനെയാണ് വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇഷ്യൂവർ ഒരു വിൽഫുൾ ഡിഫോൾട്ടർ ആവരുത്. ഇനി അടുത്ത കണ്ടീഷനാണ് ഇഷ്യൂ പീരീഡ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പീരീഡ്. അതായത് ഇവിടെ ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് ഒരു സമയം കൊടുക്കും അത് സബ്സ്ക്രൈബ് ചെയ്യാനും. ആ പീരീഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. ഇവിടെ പറയുന്നത് മിനിമം 3 ദിവസം അത് ഉണ്ടായിരിക്കണം ആ പബ്ലിക് ഇഷ്യൂ. ഓക്കെ, മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ദിവസം, അത് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യണം. ഇവിടെ ഒരു എക്സാമ്പിൾ, ഈ പബ്ലിക് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത് 1 ജൂണാണ്. മിനിമം 3 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് അത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 3 ജൂൺ. അതുപോലെ തന്നെ മാക്സിമം 10 ഡേയ്സിലേക്ക് മാത്രമാണ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 10th ജൂൺ വരെയാണ് നമുക്കത് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ല അത്. ഇനി അടുത്ത കണ്ടീഷനാണ് ഈ ഇഷ്യൂവർ സൈസിൻ്റെ മിനിമം 90% ഷെയറെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ മണിയെല്ലാം 15 ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ഇഷ്യൂ സൈസ് ₹100 crore, മിനിമം സബ്സ്ക്രിപ്ഷൻ വേണ്ടത് ₹90 crore, അതായത് ഇഷ്യൂ സൈസിൻ്റെ മിനിമം 90% സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് കണ്ടീഷൻ. ഫസ്റ്റ് കേസ് നോക്കാം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ മണി കിട്ടിയത് ₹95 crore ആണ്, അതായത് ഇഷ്യൂ സൈസിൻ്റെ മോർ ദാൻ 90% ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്യൂ സക്സസ്ഫുള്ളായി. സെക്കൻഡ് കേസ് നോക്കാം. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയത് ₹85 crore ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ലെസ് ദാൻ 90% ആൾക്കാർ മാത്രമാണ് നമ്മുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടിയ ഈ ₹85 crore അല്ല, അതായത് ആപ്ലിക്കേഷൻ മണി നമ്മൾ 15 ദിവസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യണം. ഓക്കെ, ഞാൻ അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് മർച്ചൻറ്റ് ബാങ്കർ ആൻഡ് അതർ ഇൻ്റർമീഡിയറീസ്. അപ്പോൾ ഈ പബ്ലിക് ഇഷ്യൂ ചെയ്യണേക്കാളും മുമ്പ് തന്നെ ഈ കമ്പനിയിലെ ഒന്നോ അധികമുള്ള മർച്ചൻറ്റ് ബാങ്കറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറേ മർച്ചൻറ്റ് ബാങ്കർ ഉണ്ടെങ്കിൽ അതിൽ ഒരു ബാങ്കറിനെ നമ്മൾ ലീഡ് മർച്ചൻറ്റ് ബാങ്കറായിട്ട് തന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ലീഡ് മർച്ചൻറ്റ് ബാങ്കറിൻ്റെ കൺസൾട്ടേഷൻ പ്രകാരമായിരിക്കണം ബാക്കിയുള്ള ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, അതായത് അണ്ടർ റൈറ്റേഴ്സ്, ബാങ്കേഴ്സ്, രജിസ്ട്രാറേഴ്സ്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, പിന്നെ കംപ്ലയിൻസ് ഓഫീസർ, അതൊക്കെ. പിന്നെ ഇവരുടെ എല്ലാം ഡ്യൂട്ടീസ് ആണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും ഒബ്ലിഗേഷൻസ് ആണെങ്കിലും ഈ ഓഫർ ഡോക്യുമെൻ്റകത്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ അടുത്തത് അതർ കണ്ടീഷൻസ് ഫോർ IPO ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം, അതായത് മിനിമം നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഓക്കെ, NTA എന്ന് വേണമെങ്കിൽ ഷോർട്ട് ഫോമായിട്ട് വിളിക്കാം. അപ്പോൾ എന്താണ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ്? നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ അസറ്റിന് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ള എമൗണ്ടാണ് നമുക്ക് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് കിട്ടുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് നിങ്ങൾക്ക് അറിയാലോ, പേറ്റൻസ്, ഗുഡ് വിൽ, അതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അപ്പോൾ ടോട്ടൽ അസറ്റിൽ നിന്ന് ഈ പറഞ്ഞ ഇൻടാഞ്ചിബിൾ അസറ്റ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് ഇങ്ങനെയാണ്. കഴിഞ്ഞ 3 വർഷം എടുക്കുക, അതിൽ ഓരോ വർഷം മിനിമം NTA 3 crore ഉണ്ടായിരിക്കണം. അതുപോലെ ഈ NTAയുടെ ഉള്ളിൽ മോണിറ്ററി അസറ്റ്സ് ഉണ്ടാവുമല്ലോ. ഓക്കെ, നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ ഉള്ളിൽ മോണിറ്ററി അസറ്റ്സ് ഉണ്ടാവും. ആ മോണിറ്ററി അസറ്റ്സിൻ്റെ പെർസെൻറ്റേജ് 50% താഴെയായിരിക്കണം. മോണിറ്ററി അസറ്റ്സ് എന്താ? ക്യാഷ്, ബാങ്ക്, ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതൊക്കെയാണ് മോണിറ്ററി അസറ്റ്സ്. പെട്ടെന്ന് ക്യാഷ് ആയിട്ട് മാറ്റുന്ന അസറ്റ്സിനെയാണ് മോണിറ്ററി അസറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് 50% താഴെയായിരിക്കണം. എവിടെ? NTAയിൽ. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ മോണിറ്ററി അസറ്റ് 50% കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ എക്സസ് എമൗണ്ട് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ബിസിനസ്സിലോ പ്രൊജക്റ്റിലോ നമ്മൾ യൂസ് ചെയ്യണം, ആ എക്സസ് എമൗണ്ട് മാത്രം. ഇതാണ് കണ്ടീഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. NTA 4 crore ആണ്. ഓക്കെ, ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസിൽ ഈ 4 crore 40% എത്രയാണ്? 1.6 crore, അതായത് 50% താഴെയാണ് വന്നത്. ഈ കേസ് നമുക്ക് കുഴപ്പമില്ല, ഈ കേസിൽ നമുക്ക് IPO ചെയ്യാം. ഓക്കെ, സെക്കൻഡ് കേസ്, ഇതിൻ്റെ അകത്ത് 2.4 crore ആണ് വന്നേക്കുന്നത്. അതായത് NTAയുടെ 60% ആണ് ഈ 2.4 crore, അതായത് 50% കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും വരാൻ പാടില്ല.
അല്ലേ? ഒന്നല്ലെങ്കിൽ 50% അല്ലെങ്കിൽ 50% താഴെ. 50% കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ എക്സസ് ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ ബിസിനസ്സിലോ പ്രോജക്റ്റിലോ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാത്രം നമുക്ക് IPO ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ അടുത്ത കേസ് നോക്കാം. ഇറ്റ് ഹാസ് എ മിനിമം ആവറേജ് പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് ₹15 crores ഡ്യൂറിംഗ് ദ 3 most profitable years ഔട്ട് ഓഫ് ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് 5 years. ഇത് നമുക്കൊരു എക്സാമ്പിൾ വഴി പഠിക്കാം. ഓക്കെ, ഇവിടെ 5 വർഷം എടുത്തിട്ടുണ്ട്. അതായത് ഇയർ 2021, 22, 23, 24. ഇവിടെ പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻ ക്രോർസ്, അതായത് 10, 20, 25, 12, 18. അപ്പോൾ 5 വർഷം എടുക്കാം. അതിൽ ഹയസ്റ്റ് പ്രോഫിറ്റ് കിട്ടിയ 3 വർഷം എടുക്കാം. അപ്പോൾ ഇവിടുത്തെ കേസ് വരുമ്പോൾ 25, 20, 18. 25, 20, 18. അതിൻ്റെ ആവറേജ് കാണാം, ഡിവൈഡ് ബൈ 3. അപ്പോൾ 21 crores കിട്ടും. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവറേജ് പ്രീ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റില്ലേ, അത് മിനിമം 15 crores ഉണ്ടാവണം. നമുക്ക് കിട്ടിയത് 21 crores. അപ്പോൾ നമുക്ക് IPO ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്ത കേസ്. ഇഷ്യൂർ കമ്പനി ആസ് എ നെറ്റ് വർത്ത് ഓഫ് അറ്റ്ലീസ്റ്റ് 1 crore ഇൻ ഈച്ച് ഓഫ് ദ പ്രീസിഡിംഗ് 3 full years. ഒരു എക്സാമ്പിൾ വഴി നോക്കാം. ഇവിടെ നെറ്റ് വർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ടോട്ടൽ അസറ്റിൽ നിന്ന് നമ്മൾ ടോട്ടൽ ലൈബിലിറ്റി കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് വർത്ത് കിട്ടും. കഴിഞ്ഞ 3 വർഷം എടുക്കാം. അത് ഫുൾ ഫിനാൻഷ്യൽ ഇയർ നോക്കണം കേട്ടോ. എന്നിട്ട് ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ അതിൻ്റെ നെറ്റ് വർത്ത് മിനിമം 1 crore ഉണ്ടായിരിക്കണം. ഓക്കെ, 2021 നോക്കുമ്പോൾ മിനിമം 1 crore വേണം. 22 മിനിമം 1 crore വേണം. 23 അതുപോലെ തന്നെ മിനിമം 1 crore വേണം. ഓക്കെ, അങ്ങനെ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് ആ കമ്പനിക്ക് IPO ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അടുത്ത കേസ്. ഇൻ കേസ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ബൈ ദ ഇഷ്യൂർ കമ്പനി വിത്തിൻ ലാസ്റ്റ് 1 year, അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ റവന്യൂ ഫോർ ദ പ്രിസീഡിംഗ് 1 year ഷുഡ് ഹാവ് ബീൻ ഏൺഡ് ബൈ ദ കമ്പനി ഫ്രം ദ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റഡ് ബൈ ദ ന്യൂ നെയിം. ഇത് നമുക്കൊരു എക്സാമ്പിൾ വഴി പഠിക്കാം. ABC ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ്. ഓക്കെ, ഇതാണ് പഴയ പേര് 2020. ആ വർഷം പ്രോഫിറ്റ് കിട്ടിയത് ₹100 crore ആണ്. അടുത്ത വർഷം ഇപ്പോൾ ആ കമ്പനി പേര് മാറ്റി ABC സോഫ്റ്റ്വെയർ ലിമിറ്റഡ് എന്നാക്കി. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു വർഷത്തിനുള്ളിൽ ഈ കമ്പനി പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 2021 കിട്ടുന്ന പ്രോഫിറ്റില്ലേ, അത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ 50% അതിൽ കൂടുതലുണ്ടായിരിക്കണം. അങ്ങനെ പ്രോഫിറ്റ് വരുവാണെങ്കിൽ മാത്രമാണ് അവർക്ക് IPO ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കാം. കേസ് 1. പ്രോഫിറ്റ് ഇപ്പോൾ, അതായത് 2021 പ്രോഫിറ്റ് ഇപ്പോൾ 60 crore കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് എത്രയും 100 crore. അതിൻ്റെ 50% കൂടുതലില്ലേ ഈ വർഷത്തെ പ്രോഫിറ്റ് 60 crore. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് IPO അപ്ലൈ ചെയ്യാം. കേസ് 2 നോക്കാം. ഇപ്പോൾ പ്രോഫിറ്റ് ₹40 crore ആണ് കിട്ടിയുള്ളൂ. അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിൻ്റെ 50% അതിൽ താഴെയാണ് ഈ വർഷത്തെ പ്രോഫിറ്റെങ്കിൽ അവർക്ക് IPO ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 4 കേസസ് ശരിയായില്ലെങ്കിൽ ഞാൻ പറയാൻ പോണ രീതിയിൽ നമുക്ക് IPO ചെയ്യാം. ഞാൻ അടുത്തത്. ഇഷ്യൂ ഇസ് മെയ്ഡ് ത്രൂ ദ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ആൻഡ് ദ ഇഷ്യൂ അണ്ടർടേക്സ് ടു അലോട്ട് അറ്റ്ലീസ്റ്റ് 75% ഓഫ് ദ നെറ്റ് ഓഫർ ടു പബ്ലിക് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആൻഡ് ടു റീഫണ്ട് ഫുൾ സബ്സ്ക്രിപ്ഷൻ മണീസ് ഈ ഫെയിൽ ടു ഡു സോ. ഇതൊരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആദ്യമേ തന്നെ ഈ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ ചെയ്യുകയാണ്, അതായത് IPO അല്ലെങ്കിൽ FPO ചെയ്യുവാണെങ്കിൽ ആ ഷെയറിൻ്റെ പ്രൈസ് ചിലപ്പോൾ കമ്പനി ഫിക്സ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിനെയാണ് ഫിക്സഡ് പ്രൈസ് ഷെയർ ഇഷ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസാണ് ബുക്ക് ബിൽഡിംഗ് പ്രൈസ് ഷെയർ ഇഷ്യൂ. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴിയാണ് ഇപ്പോൾ കമ്പനി അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ കമ്പനി ഈ പറഞ്ഞ പോലെ ലീഡ് മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, ലീഡ് മാനേജർ. എന്നിട്ട് ഈ ലീഡ് മാനേജർ എന്ത് ചെയ്യും? ആ ഒരു പ്രൈസ് റേഞ്ച് ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ₹100 മുതൽ ₹130 വരെയുള്ള ഒരു റേഞ്ച് ഫിക്സ് ചെയ്യും ലീഡ് മാനേജർ. എന്നിട്ട് അതനുസരിച്ചുള്ള പ്രോസ്പെക്ടസ് തയ്യാറാക്കി ഇഷ്യൂ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പ്രോസ്പെക്ടസ് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് ഇടയിലാണ് ഇഷ്യൂ ചെയ്യണത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആ പ്രോസ്പെക്ടസ് എല്ലാം നോക്കിയിട്ട് ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിൻ്റെ ഇടയ്ക്ക് അവർ വില പറയും, ആ ഷെയറിൻ്റെ പ്രൈസ് പറയും. ഓക്കെ, ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പല പ്രൈസ് ആയിരിക്കും പറയണം. അപ്പോൾ പല പ്രൈസിനും ഓരോ ഡിമാൻഡ് വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഈ പ്രൈസിന് എത്ര ആൾക്കാർ അത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 110 10 പേര് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, 115 8 പേര് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, 120 19 പേര് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ₹125 5 പേര് മാത്രമാണ് ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പല പ്രൈസിനുള്ള ഡിമാൻഡുകളെല്ലാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. എന്നിട്ടൊരു ഫൈനലായിട്ടുള്ളൊരു ഇഷ്യൂ പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫൈനൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത പ്രൈസ് ഏതാ 120. ഇതായിരിക്കും നമ്മൾ കട്ട് ഓഫ് ആയിട്ട് ഇഷ്യൂ പ്രൈസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു പ്രൈസിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഷെയർസ് അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഓവർ പ്രൈസിങ്ങും വരില്ല, അവിടെ അണ്ടർ പ്രൈസിങ്ങും വരില്ല. ഓക്കെ, കണ്ടീഷൻ പ്രകാരം ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് വഴിയാണ് നമ്മൾ IPO ചെയ്യണമെങ്കിൽ നമ്മൾ എത്രമാത്രം ഷെയർസാണോ ഓഫർ ചെയ്തത്, അതായത് ടോട്ടൽ ഷെയർസ് ഓഫർ ചെയ്തിട്ടുണ്ടാവില്ല, അതിൻ്റെ 75% ഷെയർസെങ്കിലും ഇവർക്ക് അലോട്ട് ചെയ്യണം. ആർക്കാ? 2 പേർക്ക്. അതായത് ആദ്യം ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിന്. ഇവർക്ക് 2 പേർക്കും നമ്മുടെ ടോട്ടൽ ഷെയർസിൻ്റെ മിനിമം 75% ഓഫ് ഷെയർസെങ്കിലും അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ നമ്മൾ ഓഫർ ചെയ്ത ഷെയർസ് 1 ലക്ഷമാണ്. കേസ് 1, ഈ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിനും ജനറൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിനും നമ്മൾ 75,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ട് അതായത് അലോട്ട് ചെയ്തത്. അപ്പോൾ അത് IPO ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. കാരണം 75% ഓഫ് ഷെയർസ് ഇവിടെ നമ്മൾ ഓൾറെഡി അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് IPO ചെയ്യാൻ പറ്റും. ഇനി കേസ് 2 നോക്കാം. ഈ പറഞ്ഞ ടോട്ടൽ ഷെയർസിൻ്റെ 50,000 ഷെയർസാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിനും ജനറൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സിനും അലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ IPO ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ മിനിമം 75% ഓഫ് ഷെയർസിങ്കിലും അലോട്ട് ചെയ്യണം. ഇവിടെ 50,000 ഷെയർസ് മാത്രമാണ് അലോട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ എല്ലാ സബ്സ്ക്രിപ്ഷൻ മണി നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് തന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ് ആൻ ഇഷ്യൂർ മേ മേക്ക് എൻ IPO ഓഫ് കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് വിതൗട്ട് മേക്കിംഗ് എ പ്രയർ പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റി ഷെയർസ് ലിസ്റ്റിംഗ് പ്രൊവൈഡഡ് കമ്പനി ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 6 months. ചില കമ്പനി IPO വഴി കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഷെയർ അല്ലാതെ അവരുടെ കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൽ അത് ഇഷ്യൂ ചെയ്യാറുണ്ട്. കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഇക്വിറ്റി ഷെയർസിലോട്ട് കൺവേർട്ടഡ് ആവും. അതിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ കൺവേർട്ടബിൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്ന IPO വഴി ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഒരു കണ്ടീഷൻ അവർ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ IPO ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ വഴി നോക്കാം. ഇത് ABC കമ്പനി ലിമിറ്റഡ്. അവർ IPO വഴി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സാണ് ഇവിടെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഈ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് IPO വഴി ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവരുടെ കഴിഞ്ഞ 6 മാസം അവരെന്തെങ്കിലും ലോൺസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ആ ലോൺസിൻ്റെ എല്ലാ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് എമൗണ്ടും എല്ലാം അടച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് IPO വഴി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ 6 മാസത്തെ റെക്കോർഡ് പ്രകാരം അവരിപ്പോൾ ലോൺ എടുത്തു, പക്ഷേ 2 മാസം അതിൻ്റെ ഇൻട്രസ്റ്റ് അടച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് IPO ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അടുത്ത പോയിന്റ്, an issuer cannot make an allotment to a public issue if the number of prospective allottees are less than 1,000. ഇവിടെ പറഞ്ഞത് നമുക്ക് കിട്ടിയ ടോട്ടൽ ആപ്ലിക്കേഷൻ ഉണ്ടാവല്ലോ, അത് ഒരു മിനിമം 1000 ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നെങ്കിലും കിട്ടിയിരിക്കണം. ഫസ്റ്റത്തെ കേസ് നോക്കാം. ആകെ 950 ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് IPO ചെയ്യാൻ പറ്റില്ല. കേസ് 2ൻ്റെ അകത്ത് 1200 ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി ടോട്ടൽ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് IPO ചെയ്യാം. ഇനി അടുത്ത പോയിന്റ്, നോ ഇഷ്യൂർ കൻ മേക്ക് എൻ ഇനീഷ്യൽ public offer if there are any outstanding convertible securities or any other right which would entitle any person any option to receive equity shares after the initial public offer. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു ABC കമ്പനിയാണ്, IPO ചെയ്യാൻ പോവാണ്. പക്ഷേ അവരുടെ കയ്യിൽ ഓൾറെഡി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു കൺവേർട്ടബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, IPO ചെയ്യണ സമയത്ത് ഉണ്ടെങ്കിൽ IPO ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ IPO ചെയ്യാം. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത് മെയിനായിട്ട്. ഇനി അടുത്ത പോയിന്റ്, ഇഫ് ദ ഇഷ്യൂ സൈസ് ഇസ് മോർ ദാൻ 100 crores എ ബാങ്ക് ഓർ PFI ഷാൽ മോണിറ്റർ റിപ്പോർട്ട് ഓൺ ക്വാർട്ടർലി ബേസിസ് ടിൽ 95% യൂട്ടിലൈസേഷൻ ഓഫ് ദ പ്രൊസീഡ്സ്. അതിന് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ IPO സൈസ് ഉണ്ടല്ലോ, അത് 100 കോടി കൂടുതലാണെങ്കിൽ നമ്മൾ ബാങ്കിനോ അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ എമൗണ്ട് എങ്ങനെയാണ് അവർ യൂട്ടിലൈസ് ചെയ്യണത് അതൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ബാങ്കിനെ PFIനെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യണത്. അത് മാത്രമല്ല ക്വാർട്ടർലി ആയിട്ടും കമ്പനി അത് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കേസ് നോക്കാം. കേസ് 1, IPO സൈസ് ₹80 crore ഉള്ളൂ. അപ്പോൾ അവിടെ മോണിറ്ററിങ്ങിൻ്റെ ആവശ്യമില്ല. കേസ് 2, IPO സൈസ് ₹120 crore ഉണ്ട്. അപ്പോൾ അവിടെ മോണിറ്ററിങ് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അവിടെ ബാങ്കോ PFIനെ മോണിറ്റർ ചെയ്യാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ കമ്പനി ഈ പറഞ്ഞ പോലെ യൂട്ടിലൈസേഷൻ റിപ്പോർട്ട്സ് ക്വാർട്ടർലി ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അത് മാത്രമല്ല ഈ കിട്ടിയ എമൗണ്ടിൻ്റെ 95% എമൗണ്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടർലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ,
അവസാനത്തെ പോയിന്റ് പറഞ്ഞത് സെബിയിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് വെച്ചിട്ട് ഇഷ്യൂവറിന് അവരുടെ ഇഷ്യൂസ് റേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്തത് പ്രൈസിങ് ഓഫ് ഷെയർസ് ഇൻ പബ്ലിക് ഇഷ്യൂസ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ഇക്വിറ്റി ഷെയർസ് ഓർ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, ഇതിൻ്റെയൊക്കെ ഇഷ്യൂ പ്രൈസ് ഈ ലീഡ് മർച്ചൻറ്റ് ബാങ്കർ ആയിരിക്കും തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴിയായിരിക്കും ഈ പറഞ്ഞ ഇഷ്യൂ പ്രൈസ് ഫിക്സ് ചെയ്യണത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓഫർ ഡോക്യുമെൻ്റ് ഉണ്ടാവും, ആ ഡോക്യുമെൻ്റ് അകത്ത് ഈ പറഞ്ഞ ഫിക്സഡ് പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴിയാണ് പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ടാവും ഈ ഓഫർ ഡോക്യുമെൻ്റ് അകത്ത്. അപ്പോൾ ഫ്ലോർ പ്രൈസ്, ക്യാപ് പ്രൈസ്, അത് മിനിമം പ്രൈസ്, മാക്സിമം പ്രൈസൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൈസിനെയാണ് നമ്മൾ ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ആ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കണം ഇഷ്യൂ പ്രൈസ്. ഓക്കെ, ഇനി അടുത്ത ഡിഫറൻഷ്യൽ പ്രൈസിങ്. ഇവിടെ ഇഷ്യൂർ പല ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് പല പ്രൈസിലായിരിക്കും അവരുടെ ഇക്വിറ്റി ഷെയർസ്, കൺവേർട്ടബിൾ സെക്യൂരിറ്റീസൊക്കെ ഇഷ്യൂ ചെയ്യണത്. ഇനി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ നമ്മളൊന്ന് നോക്കണം, ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഫസ്റ്റത്തെ നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന് വെച്ചോ, ഓഫർ ചെയ്യാമെന്ന് വെച്ചോ. അതായത് റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ, എംപ്ലോയീസ്, പിന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഈ പറഞ്ഞ 3 കാറ്റഗറീസിൽ നമ്മൾ ഷെയർസ് ഓഫർ ചെയ്യുകയാണ്, ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഓഫർ പ്രൈസിൻ്റെ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10% ഡിസ്കൗണ്ട് കുറച്ചിട്ട് ഉള്ള ഒരു ഇഷ്യൂ പ്രൈസിൽ ഇവർക്ക് ഷെയർസൊക്കെ ഓഫർ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർക്കൊക്കെ ഷെയർസ് അലോട്ട് ചെയ്ത പ്രൈസ് 100 രൂപയാണെന്ന് വെച്ചോ. നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് വേണമെങ്കിൽ 90 രൂപയ്ക്ക് ഈ പറഞ്ഞ ഷെയർസ് അലോട്ട് ചെയ്യാം, ഓഫർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതിൽ താഴെ പോകാൻ പാടില്ല. ഞാൻ അടുത്ത പോയിന്റ് നോക്കാം. ഇൻ കേസ് ഓഫ് എ ബുക്ക് ബിൽഡ് ഇഷ്യൂ, പ്രൈസ് ഓഫേർഡ് ടു ആൻ ഇൻവെസ്റ്റർ കനോട്ട് ബി ലോവർ ദാൻ ദ പ്രൈസ് ഓഫേർഡ് ടു അതർ ആപ്ലിക്കൻസ്. ഇതൊരു എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴി നമ്മളൊരു പ്രൈസ് കണ്ടുപിടിച്ചു. ഒരു ഷെയറിന് ₹120 ആണെങ്കിൽ ₹120 ആയിരിക്കണം എല്ലാ ആപ്ലിക്കൻസിനും അലോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾക്ക് ₹115, അല്ലെങ്കിൽ വേറൊരാൾക്ക് ₹110, അല്ലെങ്കിൽ വേറൊരാൾക്ക് ₹125 അങ്ങനെ അലോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴി ഒരു പ്രൈസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് തന്നെയായിരിക്കണം എല്ലാവർക്കും അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കേസ് ഇഷ്യൂർ ഓപ്സ് ഫോർ ദ ഓൾട്ടർനേറ്റ് മെത്തഡ് ഓഫ് ബുക്ക് ബിൽഡിംഗ്, ഇഷ്യൂർ മേ ഓഫർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് എംപ്ലോയീസ് അറ്റ് പ്രൈസ് ലോവർ ദാൻ ദ ഫ്ലോർ പ്രൈസ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇതാണ്. നമ്മൾ പഠിച്ചല്ലോ, ഓഫർ ഡോക്യുമെൻ്റ് അകത്താണ് ഈ പറഞ്ഞ ഫ്ലോർ പ്രൈസ്, ഫിക്സഡ് പ്രൈസ്, അതുപോലെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് വഴിയുള്ള പ്രൈസ് എല്ലാം കൊടുത്തേക്കണം അതിൻ്റെ അകത്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം പ്രൈസാണ്. അതിൽ താഴെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യാമോ എന്നാണ് ഇവിടുത്തെ ഒരു ചോദ്യം. ഇഷ്യൂ ചെയ്യാം, മാക്സിമം പോയി കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കുറച്ചിട്ട് ഇഷ്യൂ ചെയ്യാമെന്നാണ് ഇവർ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഫ്ലോർ പ്രൈസ് ഓഫർ ഡോക്യുമെൻറ്റിൽ കാണിച്ചിരിക്കുന്നത് 100 രൂപയെന്ന് വെച്ചോ. നമുക്ക് 100 രൂപ താഴെ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, മാക്സിമം പോയി കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കുറച്ചിട്ട് ബാക്കി 90 രൂപയ്ക്ക് ഓഫർ പ്രൈസ് വയ്ക്കാം. അതിൽ താഴെ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അടുത്ത പോയിന്റ്, ഫേസ് വാല്യൂ മേ ബി ലെസ് ദാൻ 10 ബട്ട് നോട്ട് ലെസ് ദാൻ ₹1 ഇഫ് ദ ഇഷ്യൂ പ്രൈസ് ഇസ് ₹500 or more per share. If share price is less than ₹500, the face value shall be ₹10 per share. അതായത് ഒരു ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസ് ₹500 or more ആണെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയുടെയും 1 രൂപയുടെ ഇടയ്ക്കാണ് വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ 500 രൂപ താഴെയാണ് ഇഷ്യൂ പ്രൈസിങ്ങിൽ ഫേസ് വാല്യൂ വരേണ്ടത് ₹10 ആയിരിക്കണം. അത് ഫിക്സഡ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേസ് 1, ഇവിടുത്തെ ഇഷ്യൂ പ്രൈസ് ₹800 ആണെങ്കിൽ അതിൻ്റെ ഫേസ് വാല്യൂ എന്തായിരിക്കും? 10ൻ്റെ 1ൻ്റെ ഇടയ്ക്ക് വരാം. ഇവിടെ ഫേസ് വാല്യൂ ₹5 ആണ്. ഓക്കെ, അത് കുഴപ്പമില്ല. കേസ് 2ൻ്റെ അകത്ത് ഇഷ്യൂ പ്രൈസ് ₹200 ആണെങ്കിലോ അത് 500 താഴെയാണെങ്കിൽ ₹10 എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10 ആയിരിക്കും, അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഞാൻ അടുത്ത പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇൻ കേസ് ഓഫ് ആൻ IPO, മിനിമം കോൺട്രിബ്യൂഷൻ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 20% ഓഫ് ദ പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ. എന്താണ് പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ? അതായത് നമ്മൾ IPO എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലില്ലേ, അതാണ് പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റൽ അല്ലെങ്കിൽ പോസ്റ്റ് IPO ക്യാപിറ്റൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത് പോസ്റ്റ് IPO ക്യാപിറ്റൽ, അതായത് IPO എല്ലാം കഴിയുമ്പോൾ ടോട്ടൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല. ആ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 20% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. ബാക്കി 80% പബ്ലിക്കിൻ്റെ കയ്യിലോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലോ ഉണ്ടാവാം. അപ്പോൾ മിനിമം 20% ക്യാപിറ്റൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ, ഇപ്പോൾ പോസ്റ്റ് IPO ക്യാപിറ്റൽ ₹100 crore ആണെങ്കിൽ ആ ₹100 crore-ൻ്റെ 20% മിനിമം പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ടായിരിക്കണം, അതായത് ₹20 crore. ബാക്കി 80%, അതായത് ₹80 crore പബ്ലിക്കിൻ്റെ കയ്യിലോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലോ ഉണ്ടാവും. അടുത്ത ലോക്ക് ഇൻ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ പ്രൊമോട്ടേഴ്സ്.
ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റലിന് ശേഷം ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 20% പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ടാവണമെന്ന്. ആ പ്രൊമോട്ടേഴ്സിൻ്റെ 20% ക്യാപിറ്റൽ ഒരു ലോക്കിൻ പീരീഡ് ഉണ്ട്. ലോക്കിൻ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് അവരുടെ കയ്യിലുള്ള 20% ക്യാപിറ്റലിൽ വേറെ ആൾക്ക് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ കൈമാറാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ലോക്കിൻ പീരീഡ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്: ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ ദ പബ്ലിക് ഇഷ്യൂ വിച്ച് എവർ ഈസ് ലേറ്റർ. അപ്പോൾ ഇത് ഏതെങ്കിലും ഡേറ്റ് നമ്മൾ നോക്കുക, വൈകി വന്ന ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റ് നമ്മൾ എടുക്കുക. ആ ഡേറ്റ് മുതൽ പിന്നെ 3 വർഷത്തേക്ക് ലോക്കിൻ പീരീഡ് ആയിരിക്കും. ആ 3 വർഷത്തേക്ക് ഈ പറഞ്ഞ പ്രൊമോട്ടേഴ്സിന് അവരുടെ മിനിമം കോൺട്രിബ്യൂഷൻ ഇല്ലേ, ആ മിനിമം കോൺട്രിബ്യൂഷൻ സെല്ല് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ IPO അലോട്ട്മെൻറ്റ് ഡേറ്റ് 1 ജനുവരി 2025 ആണ്. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ഏതാ? 1 മാർച്ച് 2025 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലേറ്റായ ഡേറ്റ് ഏതാ? 1 മാർച്ച് 2025. അപ്പോൾ ആ ഡേറ്റ് മുതലാണ് ലോക്കിൻ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡേറ്റ് മുതൽ പിന്നെ 3 വർഷത്തേക്ക്. അപ്പോൾ 28 ഫെബ്രുവരി 2028. അപ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ പ്രൊമോട്ടേഴ്സിന് അവരുടെ ക്യാപിറ്റൽ, മിനിമം ക്യാപിറ്റലില്ലേ, ആ 20% ക്യാപിറ്റൽ, അത് അവർക്ക് സെല്ല് ചെയ്യാനോ വേറെ ആർക്കെങ്കിലും കൈമാറാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ എക്സസ് ഓഫ് മിനിമം പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഇസ് ലോക്ക്ഡ് ഇൻ ഫോർ എ പീരീഡ് ഓഫ് 1 year. ഹൗഎവർ എക്സസ് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എ ഫർദർ പബ്ലിക് ഓഫർ ആർ നോട്ട് സബ്ജക്ട് ടു ലോക്കിൻ. അപ്പോൾ ഫസ്റ്റ് IPOയുടെ കേസ് നോക്കാം. ഓക്കെ, ഒരു ഉദാഹരണമാണ്. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ 30% ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, മിനിമം ക്യാപിറ്റൽ എത്ര വേണ്ടത്? 20% ആണ്. അപ്പോൾ അത് 3 വർഷത്തേക്ക് ലോക്കായിരിക്കും. ഓക്കെ, ബാക്കി എക്സസ് ആയിട്ടുള്ള ക്യാപിറ്റൽ എത്രയാണ്? 10%. അത് 1 വർഷത്തേക്ക് ലോക്കായിരിക്കും. ഇനി അടുത്ത FPOയുടെ കേസ് നോക്കാം. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 25% ക്യാപിറ്റൽ ഉണ്ട്. മിനിമം 20% ക്യാപിറ്റൽ 3 വർഷത്തേക്ക് ലോക്കായിരിക്കും. ബാക്കി എക്സസ് എത്രയാണ്? 5% ആണ്. പക്ഷേ ഇവിടെ ഈ 5%ന് ലോക്കിൻ പീരീഡ് ഇല്ല. ഓക്കെ. അടുത്തത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ട് പോവാം. ഓക്കെ, താങ്ക് യു.